ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് 1/√7 - 6x - x² dx. ഇതാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഉള്ള ഒരു ഫംഗ്ഷനാണ്. x² ഉണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വിത്ത് സ്ക്വയർ റൂട്ട് ഓർ വിത്തൗട്ട് സ്ക്വയർ റൂട്ട് വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിനെ ഒരു കാര്യം ചെയ്യാണ്. 1/√. പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ x² എന്നാണ് വരേണ്ടത്. ഇവിടെ പക്ഷേ -x² എന്നാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, -x² ആണ്. അത് നമുക്ക് x² തന്നെ വരണം. അപ്പോൾ അതുകൊണ്ട് ഒരു മൈനസ് പുറത്തോട്ട് എടുക്കാം. ഇനി ഞാൻ ഓർഡർ ഒന്ന് മാറ്റിക്കോട്ടെ. -x² ഇത് മൈനസ് പോയി കഴിഞ്ഞാൽ x² വരും. -6x അല്ലേ ഇവിടെ. -6x നിന്ന് മൈനസ് പോയി കഴിഞ്ഞാൽ +6x ആവും. +7 നിന്ന് മൈനസ് പുറത്തോട്ട് പോയാൽ -7 ആവും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതെല്ലാം ഒരു സ്ക്വയർ റൂട്ടിനുള്ളിലാണെന്നുള്ള കാര്യം മറക്കരുത്. സ്ക്വയർ റൂട്ടിന് പുറത്തോട്ട് നെഗറ്റീവ് പോകുന്നില്ല, അതും ശ്രദ്ധിക്കുക. നെഗറ്റീവ് നമ്പറിനെ സ്ക്വയർ റൂട്ടിന് പുറത്തോട്ട് എടുക്കാൻ പറ്റില്ല. ചിലരറിയാതെ നെഗറ്റീവ് പുറത്തിടാറുണ്ട്. നെഗറ്റീവ് സൈഡ് ഒരിക്കലും സ്ക്വയർ റൂട്ടിന് പുറത്തോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ശ്രദ്ധിക്കണം കേട്ടോ, മൈനസ് പുറത്തോട്ട് പോവില്ല. ഇൻ്റഗ്രൽ 1/√. -. ഇനി നമുക്കിതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. x² + 6x - 7 പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം. ഒരു കേളി ബ്രാക്കറ്റ് ഇട്ട് തുടങ്ങാം. x² ആണല്ലേ വന്നിരിക്കുന്നത്, മൈനസ് പുറത്തുള്ള ആളല്ലേ. x² വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബ്രാക്കറ്റ് x ഇടും. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? +6 ആണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് +6 ആണ്. അതിൻ്റെ ഹാഫ് എടുക്കുക. +6ൻ്റെ ഹാഫ് എന്താണ്? +3 ആണ്. എന്നിട്ട് ഹോൾ സ്ക്വയർ ഇടാം. ഇതൊന്ന് വായിച്ചു നോക്കിയേ. x² + 6x ആദ്യത്തെ 2 ടേം ശരിയായിരിക്കും, നമ്മളത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. എക്സ്പാൻഡ് ചെയ്താൽ x² + 6x + 9. ഇത് 9ലാണ് അവസാനിക്കുന്നത്. 9ലല്ലേ ഇത് അവസാനിക്കുന്നത്. പക്ഷേ ഇവിടെ വേണ്ടത് -7 ആണ്. 9ൽ നിന്ന് എന്ത് ആഡ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് മൈനസ് ചെയ്യണം -7 കിട്ടാൻ? പെട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വഴി പറഞ്ഞുതരാം. ഈ 9നെ നമുക്ക് -7 ആക്കി മാറ്റണം. ഈ +9 വെട്ടിപ്പോവാൻ വേണ്ടി ഞാനൊരു -9 എഴുതി ചേർത്തു. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇങ്ങനെ ചെയ്യാം. ഇവിടുത്തെ +9 അല്ലേ വന്നിരിക്കുന്നത്, അത് വെട്ടിപ്പോവാൻ വേണ്ടി ഞാൻ -9 എഴുതി. +9ഉം -9 ക്യാൻസലായി പോയിക്കോളല്ലോ. ഇപ്പം നമ്പറുകളൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് നമുക്ക് വേണ്ട ആളാരാ? -7. അതവിടെ അങ്ങോട്ട് എഴുതി ചേർത്ത അഡ്ജസ്റ്റ്മെൻറ്റ് ശരിയായി. അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അവസാനത്തെ നമ്പർ എന്താണോ 9, 3² 9 ആണ്. അത് വെട്ടിപ്പോവാൻ വേണ്ടി -9 എഴുതി. അപ്പോൾ അത് എഴുതിയപ്പോൾ ഈ നമ്പറൊന്നുമില്ല, ക്യാൻസലായി പോയി. എന്നിട്ട് വേണ്ട നമ്പറായ ആ നമ്പർ -7 ഇവിടെ എഴുതി ചേർത്താൽ മതി. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ ഓഫ് 1/√. റൂട്ടിനുള്ളിൽ -സൈൻ ഉണ്ട്. - ബ്രാക്കറ്റ് x + 3 ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ -9 -7 -16 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു dx. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ ഓഫ് 1/. ഇനി ആ പുറത്തുണ്ടായിരുന്ന മൈനസ് ഉള്ളിലോട്ട് എടുക്കുകയാണ്. മൈനസ് റൂട്ടിന് പുറത്തല്ല എന്നുള്ള കാര്യം ഓർമ്മയുണ്ടല്ലോ. പുറത്തുള്ള മൈനസ് ഉള്ളിലോട്ട് എടുക്കുകയാണ്. പെർഫെക്റ്റ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞതാണ്. ഞാൻ ഓർഡർ മാറ്റാൻ പോവുകയാണ്. ഉള്ളിലോട്ട് എടുക്കുമോ? -16. അത് ആദ്യം എഴുതിയെന്ന് വെച്ച് തെറ്റൊന്നുമില്ലല്ലോ. -16 + 16. റൂട്ട് ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്.
മൈനസ് ഓഫ് -16 + 16 മൈനസ് ഓഫ് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ. മൈനസ് വേറെയാണ്, എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ വേറെയാണ്. മൈനസ് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറി. ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. ഇൻ്റഗ്രൽ ഓഫ് 1/√16 നമുക്ക് 4 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റില്ലേ അല്ലേ? മൈനസ് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ dx കിട്ടി. ഇത് ഏത് റിസൾട്ടായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും? ഒന്ന് മറിച്ച് നോക്കിയേ. ഇത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് 1 സ്പെഷ്യൽ ഇൻ്റഗ്രലിൽ ഉള്ളതാണ്. √(a² - x² ആയിട്ട് കമ്പയർ ചെയ്യാം. ശരിയല്ലേ? നോക്കിയേ. 1/√(a² - x². ഇതിൻ്റെ ഫോർമുല ഓർമ്മയുണ്ടോ? സൈൻ ഇൻവേഴ്സ് x/a + c ആണ് ഇതിൻ്റെ ഫോർമുല വരുന്നത്. ഇപ്പോൾ സൈഡിലായിട്ട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി a² പകരം 4² ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ എക്ക് പകരം 4 ആണ് വരേണ്ടത്. ഈ ഫോർമുല എഴുതുമ്പോൾ a കാണുന്നിടത്ത് 4 എഴുതണം. എക്സിന് പകരം എക്സ് പ്ലസ് 3 ആണ് വന്നിരിക്കുന്നത് അല്ലേ? അതവിടെ എഴുതി ചേർത്ത കൺഫ്യൂഷൻ ഇല്ല. എക്സിന് പകരം എക്സ് പ്ലസ് 3 ആണ് വന്നിട്ടുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. സൈൻ ഇൻവേഴ്സ് x/aയിൽ എക്സ് എന്താണെന്ന് നോക്കിയേ. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 3 ആണ്. ബൈ എ എന്ന് പറഞ്ഞാൽ 4 ആണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണല്ലോ. 1x എന്നല്ലേ? 1x. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആവുമ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 2x ആയിരുന്നെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ.